ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട് കർഷകർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് ആടുകളുടെ പരിചരണം, ആട്ടിൻകുഞ്ഞുങ്ങളുടെ പരിചരണം, അതുപോലെ ലൂസ് മോഷൻ ആയാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, അതിലെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ആട് വളർത്തുന്നവർക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും, എത്ര നേരം നമ്മൾ ഫുഡ് കൊടുക്കണം, വെള്ളം കൊടുക്കണം, ആ ഒരു രീതിയൊക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ 3 നേരം വെള്ളം കൊടുക്കും. അത് നമ്മൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ 3 നേരം വെള്ളം കൊടുക്കാറുണ്ട്. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചോളത്തവിട്, അതുപോലെ കൊപ്ര പിണ്ണാക്കാണ് കേട്ടോ. പിന്നെ കടലപ്പിണ്ണാക്ക് നമ്മൾ ചെറുതായിട്ട് രാവിലത്തെ വെള്ളത്തിൽ മാത്രം കുതിർത്തിയിട്ട് കൊടുക്കും. ചോളത്തവിട് നമ്മൾ നല്ലപോലെ ചൂടാക്കിയിട്ടാണ് കേട്ടോ. ചൂടാക്കുമ്പോൾ അതൊരു കുറുക്കത്തിൽ വരും. അപ്പോൾ അതിൽ നമ്മൾ തേങ്ങാ പിണ്ണാക്ക് കുതിർത്താനായിട്ട് ഇട്ട് വെക്കും. അതും കൂടെ ചേർത്ത് ആ ഒരു ഇളം ചൂടോട് കൂടിയാണ്, കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കും. പിന്നെ ചോറ് നമ്മൾ അതുപോലെ തന്നെ കൊടുക്കാറില്ല കേട്ടോ. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആടുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചെറുപ്പം മുതലേ ശീലമായിട്ടുള്ളവർക്ക്. മറിച്ച് പെട്ടെന്ന് നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ ലൂസ് മോഷനായിട്ട് പോകും. അപ്പോൾ അതിനായിട്ടൊരു കാര്യം ചെയ്യാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റേഷൻ അരിയൊക്കെ കിട്ടുന്നവർക്ക് അത് നമുക്ക് പൊടിപ്പിച്ച് വെക്കാം കേട്ടോ. നമ്മൾ പുട്ടിന് പൊടിപ്പിക്കുന്ന പോലെ അങ്ങ് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. തവിട് വേവിക്കുന്ന കൂട്ടത്തിൽ ഒരു നിശ്ചിത അളവ്, എത്ര ആടാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് കുറേശ്ശെ കൊടുത്തിട്ട് നിങ്ങൾ ശീലമാക്കണം കേട്ടോ. ആ തവിടിൻ്റെ കൂടെ നല്ലപോലെ അങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ അതങ്ങ് കുറുക്കത്തിലാവും. അളവ് കൊടുത്ത് ശീലമാക്കുക തന്നെ വേണം. പെട്ടെന്ന് ഒരു ദിവസം ആടുകൾ ഉഷാറായി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ അളവിലെടുത്ത് കൊടുക്കരുത്, ലൂസ് മോഷൻ ആകും. പിന്നെ ദഹനക്കേട് വന്ന് വയറ് വീർക്കലും പ്രശ്നങ്ങളും ഒക്കെ ആവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 3 നേരം വെള്ളവും കൊടുക്കും, 2 നേരം മെയിനായിട്ട് തീറ്റ കൊടുക്കും. പിന്നെ ഉച്ചക്ക് ചെറുതായിട്ടൊരു കെട്ട് വള്ളികളോ അതുപോലെ ഇലകളോ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെറുതിലെ നിങ്ങൾ എല്ലാം കൊടുത്ത് ശീലമാക്കണം. അതല്ല എങ്കിൽ നമ്മൾ വളർത്തി വലുതാക്കി ഒരാൾക്ക് കൊടുക്കുമ്പോൾ ചില ആടുകൾ പ്ലാവില മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെറിയ കുഞ്ഞുങ്ങളെ ശീലമാക്കരുത്. എല്ലാ വള്ളികളും പുല്ലുകളും ഇലകളും എല്ലാം കുറേശ്ശെ കൊടുത്തിട്ട് ശീലമാക്കണം. അപ്പോൾ അതിനെ നമ്മൾ കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഏത് തീറ്റയും കഴിച്ചോളും. പിന്നെ വെള്ളം നമ്മളിവിടെ ചോളത്തോടും കൊപ്ര പിണ്ണാക്കുമാണ് ചേർക്കാറുള്ളത്. പലരും പല രീതിയിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശീലിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആടുകളെ എപ്പോഴും ഇങ്ങനെ നിന്ന് കരയത്തൊന്നുമില്ല. അവർക്കറിയാം അവർക്ക് കൊടുക്കുന്ന ഫുഡും അതിൻ്റെ സമയങ്ങളും നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാം. അപ്പോൾ ആ സമയമായിട്ടും ഫുഡൊന്നും കിട്ടിയില്ലെങ്കിൽ ആടുകൾ കരയാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും എല്ലാവർക്കും വളർത്താൻ എളുപ്പമുള്ള ഒരു ജീവിയാണ് നമ്മുടെ ആടുകൾ. ഇനിയിപ്പോൾ ദഹനക്കേട് വന്ന് ആടുകൾ അയവെട്ടാതെ നിൽക്കുന്ന അനുഭവത്തിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത്, ഒരു കഷ്ണം നല്ല നീരുള്ള പച്ച തണ്ടോട് കൂടിയിട്ടുള്ള ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. അതിൽ സ്വല്പം ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ, അതിനേക്കാളും കൂടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പസോഡ, നമ്മൾ അപ്പത്തിന് അരി ആട്ടുമ്പോൾ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി ഉപയോഗിച്ച് നല്ലോണം മിക്സാക്കുക. ഇഞ്ചിയുടെ നീരും കൂടെ അതങ്ങ് 1-2 തവണ കൊടുക്കുമ്പോൾ ആടുകൾ അയവെട്ടി തുടങ്ങും. പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ കാണിച്ച് അതിനുള്ള മരുന്ന് കൊടുക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ വയറ് വീർത്ത് ആടുകൾക്ക് ബുദ്ധിമുട്ടായി പോകും. അതുപോലെ തന്നെ ലൂസ് മോഷൻ ആയിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ എപ്പോഴും അടുക്കളയിലുള്ളതാണ് ചായപ്പൊടി. അപ്പോൾ ആ ചായപ്പൊടി 1 ടീസ്പൂണോ 2 ടീസ്പൂണോ എടുത്തിട്ട് ആടുകളുടെ വലുപ്പത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മളത് നനയ്ക്കുകയോ കുഴക്കുകയോ ഉരുട്ടുകയോ ഒന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ പൊടിയായിട്ട് കൊടുക്കുമ്പോൾ മണ്ടയ്ക്ക് കയറാതെ നോക്കണം. ചെറുതായിട്ട് വായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊടുത്താൽ മാത്രം മതി. 2 നേരം കൊടുത്തു കഴിഞ്ഞാൽ ആടുകളുടെ ലൂസ് മോഷനായിട്ട് പോകുന്നത് ഒരു വിധമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. പിന്നെ ഒരുപാട് കൂടിപ്പോയതാണ് അതിന് മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വെറ്റിനറിയിൽ പോയി കഴിഞ്ഞാൽ വയറിൻ്റെ അസുഖങ്ങൾ പെട്ടെന്ന് മാറാനായിട്ട് അവിടുന്ന് 2 തരം പൊടി കിട്ടുന്നതാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഒന്ന് ഒരു വെളുത്ത നിറമാണ്, ഒന്നൊരു ആയുർവേദത്തിൻ്റെ ഒരു പൊടിയാണ് കേട്ടോ. അത് കൊടുക്കേണ്ട രീതി നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നതാണ്. അതൊരു ആയുർവേദം എന്ന് പറഞ്ഞാൽ കഴിക്കണ വേപ്പിൻ്റെ ഇല, അതുപോലെ അതിലൊരുപാട് ഐറ്റംസ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പച്ചക്ക് ഇതുപോലെ ഉരുട്ടി കൊടുത്താൽ ആടുകൾ കഴിക്കും, ചില ആടുകൾ കഴിക്കില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വെള്ളത്തിൽ അങ്ങ് കലക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വായിലേക്ക്. അളവ് കറക്റ്റ് ആവണം കേട്ടോ. അളവ് എപ്പോഴും മരുന്നാണെങ്കിലും ഫുഡാണെങ്കിലും ആടുകൾക്ക് കൂടി പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആടുകളുടെ വയറിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മാറാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത വെറ്റിനറിയിൽ പോയാൽ മതി. ലൂസ് മോഷനോ ദഹനക്കേടൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന, നമ്മുടെ അവിടെ കിട്ടാറുണ്ട് ആ 2 തരം പൊടി കേട്ടോ. ഒന്ന് വെളുത്ത നിറത്തിലുള്ളൊരു പൊടിയാണ്, ഒന്ന് ആയുർവേദത്തിൻ്റെ കഴിക്കണ വേപ്പിൻ്റെ ഇല. അങ്ങനെയുള്ള ഒരു കയ്പ്പ് ടേസ്റ്റാണ് അതിന് കേട്ടോ. അപ്പോൾ ആടുകൾ വെറുതെ പ്ലേറ്റിലിട്ട് കൊടുത്താലും അത് കഴിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ചായപ്പൊടി കൊടുക്കുമല്ലോ, അത് ലൂസ് മോഷൻ ആവുന്നതിന് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ലൂസ് മോഷൻ ആവുന്ന
ആടുകൾ ചായപ്പൊടി ചില ആടുകൾ അങ്ങനെ നക്കി കഴിക്കൂട്ടോ. നമ്മൾ വായിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കാണിച്ചു കൊടുത്താൽ തന്നെ അവരങ്ങനെ നക്കി കഴിച്ചോളും. അതിന് മുകളിൽ സ്വല്പം വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ അതൊന്നും ഗർഭിണി ആടുകൾക്ക് കൊടുത്താലും ഒരു പ്രശ്നവുമില്ല കേട്ടോ, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊന്നും കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ ലൂസ് മോഷനുള്ള ടാബ്ലറ്റും ഇതൊക്കെ ഡോക്ടറെ കാണിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചെറിയ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് 3 മാസം നല്ലപോലെ പാല് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അവർ പെട്ടെന്ന് നല്ല വളർച്ചയിലേക്ക് എത്തും. പാല് കൂടി കിട്ടാത്ത കുഞ്ഞുങ്ങൾ കൂരിച്ചു പോവുകയുള്ളൂ കേട്ടോ. അപ്പോൾ 3 മാസം നിങ്ങൾ നല്ലപോലെ അമ്മയാടിൻ്റെ പാല് കൊടുക്കുക തന്നെ വേണം. ചിലരൊക്കെ രാവിലത്തെ പാല് ഫുള്ളായിട്ട് ഇങ്ങ് കറന്നെടുക്കും, നമുക്ക് ചായക്കോ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറന്നെടുക്കാം. അതല്ല ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പാകത്തിനുള്ള പാലേ ഉള്ളൂ എന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങളാണെന്ന് വെച്ചാൽ അളവിനനുസരിച്ച് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആട്ടിൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് വരും. അതുപോലെ തന്നെ കുഞ്ഞാടുകൾക്ക് പ്രസവിച്ചൊരു 2-3 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് സിൻകോവിറ്റിൻ്റെ ഡ്രോപ്പ് തുള്ളിമരുന്ന് കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ സിറപ്പ് വേറെ ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് സിൻകോവിറ്റിൻ്റെ ഡ്രോപ്പ് തന്നെ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക. അതൊരു 2 തുള്ളിയൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എത്ര കുഞ്ഞുങ്ങളാണെന്ന് വെച്ചാൽ കൊടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. പാട്ടിൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് വരും. സിൻകോവിറ്റിൻ്റെ സിറപ്പ് മരുന്ന് വരുന്നുണ്ട് കേട്ടോ. അത് വലിയ കുട്ടികൾക്കുള്ളതാണ്. സിൻകോവിറ്റിൻ്റെ തുള്ളിമരുന്ന് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതന്നെ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിച്ചിട്ട് കുഞ്ഞു കുട്ടികൾക്ക് പ്രസവിച്ചിട്ട് 2 ദിവസമൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ ഉഷാറായിട്ട് വരുന്നതാണ് പാലും കൂടെ കുടിക്കുമ്പോൾ. അതുപോലെ തന്നെ പ്രസവിച്ച ആടുകൾക്ക് അകിട് വീക്കം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ അകിടിൽ കൂടുതൽ പാലുള്ള ആടുകളാവുമ്പോൾ പ്രസവിക്കാൻ ഇനിയും സമയമുണ്ട്. അതുപോലെ പ്രസവ സമയം അടുത്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴും അകിടൊന്ന് ശ്രദ്ധിക്കണം. കല്ല് പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ അളവിൽ പാല് നിൽക്കുന്നുണ്ട്, ആട് പ്രസവിക്കുന്നില്ലെന്ന് കണ്ടാൽ കുറേശ്ശെ കറന്നിട്ട് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ പാലങ്ങനെ അകിടിൽ കെട്ടിക്കിടന്ന അകിട് വീക്കം വരും. പിന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് നല്ലപോലെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. പിന്നെ പ്രസവിച്ച കുഞ്ഞു കുട്ടികൾക്ക് പൊക്കിൾ കൊടിയിൽ നിന്നും ബ്ലഡ് പോവാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഒരു 2 സെൻറ്റിമീറ്റർ കുറച്ച് അകലം വിട്ടിട്ട് അതിനടിയിൽ ഒരു നൂലെടുത്തിട്ട് പൊക്കിൾ കൊടി നല്ലപോലെ കെട്ടിവെക്കുക. അപ്പോൾ ആ പ്രസവിച്ച ഉടനെ നിങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൊക്കിൾ കൊടിയിൽ നിന്നും ബ്ലഡ് പോവില്ല. ചില ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ ആടുകൾക്ക് നിങ്ങൾ നല്ലപോലെ ഫുഡ് ഒരുപാട് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അവർ ആ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന ആ ഫുഡ് തന്നെ കൊടുത്താൽ മതി. പ്രസവിച്ചെന്ന് വിചാരിച്ച് വേറെ ഒരു ഫുഡ് നിങ്ങൾ ആ സമയത്ത് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളെ ഒരു അരമണിക്കൂറിനുള്ളിൽ പ്രസവിച്ച് നിൽക്കുന്ന ആ കുഞ്ഞുങ്ങളെ നല്ലപോലെ പാല് കുടിപ്പിക്കുക. ഇനി കുടിക്കാനായിട്ട് ചില കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരു ഫീഡിംഗ് ബോട്ടിലാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണെന്ന് വെച്ചാൽ ഒരേ അളവിൽ കൊടുക്കുക. അപ്പോൾ ഒരുപോലെ കുഞ്ഞുങ്ങൾ വളർന്നു വരും. അതല്ല ചില കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടിയില്ലെങ്കിൽ അവരുടെ വളർച്ച കുറവാകും. പിന്നെ നിങ്ങൾക്ക് ആടുകൾക്ക് കഴുത്തിൽ കെട്ടുന്ന നല്ല ബെൽറ്റുകൾ, അതുപോലെ ലിവർ ടോണിക്കുകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ താഴെ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി, സാധനം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടാവശ്യത്തിനുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.